എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഞാൻ പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തു എന്നാണ്. 2022 ആ പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. കാരണം എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരൊരു തടവറയിലാണെന്നും അവരുടെ മകളുടെ ലൈഫ് വെച്ചിട്ട് വിലപേശുകയാണെന്നും അതുകൊണ്ടാണ് ഈ കേസിനെ പറ്റി അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്, വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ടുണ്ട്, ഇത് ടേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പത്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല, ഒരു പരാതിയും അന്വേഷിച്ചിട്ടില്ല. ഞാൻ 2025 തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ വെച്ചിട്ട് എന്നെ തടഞ്ഞു നിർത്തി. ഒരു രേഖയില്ല, എനിക്കെതിരെ ഒരു രേഖയില്ല, എന്നെ തടഞ്ഞു നിർത്തി. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. ഞാൻ പത്രക്കാരെ അറിയിച്ചതുകൊണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതിന് നന്ദിയുണ്ട്. പത്രക്കാരെ അറിയിച്ചതുകൊണ്ട്, ഇത് നാടറിഞ്ഞതുകൊണ്ട് എന്നെ അവിടെ നിന്ന് ഒരു ഫ്ലിംസി കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ ഒരു കേസുമില്ല. എന്നെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. ആ കേസിൽ ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്കെതിരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഞാൻ ഈ കേസ് അന്വേഷിക്കണം, ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടണം, എന്നെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എന്നെ വെറുതെ വിടണമെന്നോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നല്ല പറയുന്നത്. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, ശിക്ഷിക്കണം. അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയുണ്ട്. എൻ്റെ സിനിമ പൂഴ്ത്തിവെക്കാൻ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ ഈ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് ഒരു മാഫിയ സംഘത്തിന്റെ ഒരു പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലം കൊടുത്തു, ആ പരാതി അന്വേഷിച്ചില്ല. ഈ സർക്കാർ വന്നപ്പോൾ അത് കൊടുത്തു. ഞാൻ നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, ആ പരാതി അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കുന്നില്ല. ആ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. അത്തരം വിപുലമായ രീതിയിലുള്ള കള്ളക്കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ട് ഒരു സമൂഹത്തിന് എങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാരും ഇതേപ്പറ്റി സംസാരിക്കാതെ ഇരുന്നാൽ ഈ വിഷയം ഇല്ലാതായി പോകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ചോദ്യം ഇവിടെ ഇല്ലാതാവുമോ അതോ വേറെ ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പേടിയാണ്. അപ്പം ഞാൻ അവസാനം വിചാരിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാഹാര സമരം ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഗുരുതുല്യരായ എന്നെ അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആളുകൾ എന്നോട് പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഗുരുതുല്യരായ സാംസ്കാരിക ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തു മീൻസ് അങ്ങനെയല്ല, എൻ്റെ കോസ്, എനിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കണമെന്നും ശരിയാണെങ്കിൽ എനിക്കെതിരെയുള്ള കേസ് ശരിയാണെങ്കിൽ എന്നെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. സാന്ദർഭികമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സാംസ്കാരിക പ്രവർത്തകരുടെ പ്രസ്താവന. മലയാള സിനിമയിൽ തനതായ ഇടം അടയാളപ്പെടുത്തുന്നതിൽ പ്രതീക്ഷയുളവാക്കിയ ചലച്ചിത്രകാരനാണ് സനൽകുമാർ ശശിധരൻ. ഇതിനകം അദ്ദേഹം സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ സംസ്ഥാന അന്തർദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലൂടെയും നിരൂപക പ്രശംസകളിലൂടെയും കേരളം ശ്രദ്ധിച്ചിട്ടുണ്ട്. 2022 സനൽകുമാർ ശശിധരന് എതിരെ ഒരു പ്രശസ്ത നടി നൽകിയ ക്രിമിനൽ കേസും പോലീസ് നടപടികളും അതേ തുടർന്നുണ്ടായ സാമൂഹിക അന്തരീക്ഷവും അദ്ദേഹത്തിന്റെ കലാസപര്യതയ്ക്ക് വിരാമമുണ്ടാക്കിയിട്ടുള്ളത് സമൂഹ ശ്രദ്ധയിലുണ്ട്. സനൽകുമാർ പ്രണയാഭ്യർത്ഥന കൊണ്ട് തന്നെ ശല്യം ചെയ്യുന്നു എന്നതാണ് നടി നൽകിയിട്ടുള്ള കേസ്. എന്നാൽ ആ നടിയുമായി ചേർന്ന് അദ്ദേഹം നിർമ്മിച്ച കയറ്റം എന്ന സിനിമയെ തുടർന്ന് തന്റെ സിനിമകൾ പുറത്തിറങ്ങാതിരിക്കാൻ പദ്ധതികൾ നടക്കുന്നതായും കയറ്റം എന്ന സിനിമയിലെ അഭിനേത്രിയും കോ പ്രൊഡ്യൂസറും കൂടിയായ പ്രസ്തുത നടിയെയും തന്നെയും പരസ്പരം കാണാൻ അനുവദിക്കാതിരിക്കാൻ ഉന്നത ബന്ധമുള്ള തൽപര കക്ഷികൾ നടത്തിയ ഗൂഢാലോചനകളുടെ ഫലമായിട്ടുള്ളതാണ് കേസും പോലീസ് നടപടികളും എന്നാണ് സനൽകുമാറിന്റെ പക്ഷം. ഓക്കെ അപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 മിനിറ്റേ ഉള്ളൂ. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അധികാരികൾ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചിട്ടുള്ളതായും അവയിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു. സനൽകുമാറിന്റെ പരാതികളിൽ സത്യമുണ്ടെങ്കിൽ അത് ഗൗരവമുള്ളതും നിഷ്പക്ഷമായി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാതെ വരികയും തനിക്കെതിരെയുള്ള ഗൂഢാലോചനകൾ അന്വേഷിക്കാതെ വരികയും നിരന്തരമുള്ള വേട്ടയാടലുകൾ തുടരുകയും ചെയ്തതിനാൽ
2023 മെയ് മാസത്തിൽ തനിക്ക് രാജ്യം വിടേണ്ടതായി വന്നുവെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ജനാധിപത്യ സമൂഹം വളരെ ഗൗരവത്തോടെ കാണുന്നതാണ്. 2025 സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തടഞ്ഞുവെന്നും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത കേസിലും ഇതുവരെയും അന്വേഷണം നടത്തുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും സനൽകുമാർ പറയുന്നു. തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന കേസും അതിനെ തുടർന്നുള്ള അപകീർത്തിയും കൊണ്ട് ഒരു കലാകാരന്റെ പ്രവർത്തനവും വ്യക്തിജീവിതവും ദുസ്സഹമാക്കുന്ന അവസ്ഥ സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് ഭൂഷണമല്ല. ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിന്റെ മുന്നിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, സനൽകുമാർ ശശിധരനെതിരെയുള്ള പ്രസ്തുത നടി ഉന്നയിച്ച കുറ്റാരോപണങ്ങളിലെ സത്യാവസ്ഥ അന്വേഷിച്ച് കോടതിയിൽ തെളിവുകൾ സമർപ്പിച്ച് കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതിനും അതല്ല എങ്കിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏറെക്കാലമായി സമൂഹത്തിന് മുന്നിലുള്ള ഈ വിഷയം നിയമാനുസൃതമായും സമയബന്ധിതമായും അനീതി നേരിട്ടവർക്ക് നീതി ഉറപ്പാക്കുന്ന വിധവും തീർപ്പ് കൽപ്പിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട കക്ഷികളും അടിയന്തരമായി ഇടപെടണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇതിനകത്ത് ഒപ്പുവച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, KP കുമാരൻ സാർ, ശ്യാമപ്രസാദ് സാറ്, ഡോക്ടർ ബിജു, ജോയ് മാത്യു, സൂര്യ കൃഷ്ണമൂർത്തി, MN കാരശ്ശേരി, ഡോക്ടർ V രാജകൃഷ്ണൻ, CS വെങ്കടേശ്വരൻ, പ്രകാശ് ബാരെ, MF തോമസ്, അരുൺ കാർത്തിക്, സതീഷ് ബാബുസേനൻ, സന്തോഷ് ബാബുസേനൻ, മധു എറവങ്കര, CR നീലകണ്ഠൻ, T കൃഷ്ണൻ ഉണ്ണി, ബിനു എബ്രഹാം, KB വേണു, KP ശ്രീകൃഷ്ണൻ, മഹേഷ് പഞ്ചു, ഗീത ഫിയദോർ. ഇതാണ് പ്രസ്താവന. അപ്പോൾ